നിങ്ങളുടെ കുറവുകളെക്കുറിച്ചോർത്ത് ദുഃഖിച്ചിരിക്കുകയാണോ? എങ്കിൽ ഈ കഥ കേൾക്കണം. ഒരിക്കൽ ഒരിടത്ത് ഒരു കാക്ക മരത്തിനു മുകളിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. തന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലായിടത്തു നിന്നും തന്നെ ആട്ടിപ്പുറത്താക്കുന്നു. തന്നെ കാണാൻ കറുത്ത നിറമാണ്, ഒരു ഭംഗിയുമില്ല, ആരും ഭക്ഷണം പോലും തരുന്നില്ല എന്നൊക്കെ ഓർത്തിരുന്ന് കരയുകയായിരുന്നു. മരത്തിനു താഴെ ജ്ഞാനിയായ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കാക്കയുടെ കണ്ണുനീർ ജ്ഞാനിയുടെ മുഖത്ത് ചെന്ന് വീണു. അദ്ദേഹം കാക്കയോട് ചോദിച്ചു, എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ കാക്ക പറഞ്ഞു, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ. ഞാൻ ആകെ വിഷമത്തിലാണ്. അപ്പോൾ ജ്ഞാനി ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് എന്ന്. അപ്പോൾ കാക്ക പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിലെ ഹാപ്പിയസ്റ്റ് ബേർഡ് ആകണം എന്ന്. ജ്ഞാനി പറഞ്ഞു, ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് നിന്നെ സഹായിക്കാം. അതിനു മുൻപ് നീ പോയി ലോകത്തെ ഏറ്റവും സന്തോഷവാനായ പക്ഷിയെ കണ്ടുപിടിക്കൂ എന്ന്. കാക്ക യാത്ര ആരംഭിച്ചു. കാക്ക ചിന്തിച്ചു, അരയന്നം ആയിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന്. അരയന്നത്തിൻ്റെ അടുത്തെത്തി കാക്ക കാര്യം ചോദിച്ചു. അപ്പോൾ അരയന്നം പറഞ്ഞു, ഞാൻ ഹാപ്പിയസ്റ്റ് പേഴ്സൺ അല്ല. ഈ ലോകത്തിൽ എത്ര തരത്തിലുള്ള വർണ്ണങ്ങൾ ഉണ്ട്, എന്നാൽ എനിക്ക് വെള്ളനിറം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് തത്ത ആയിരിക്കും ഈ ലോകത്തിലെ ഹാപ്പിയസ്റ്റ് ബേർഡ് എന്ന്, കാരണം അതിന് ഒരുപാട് നിറങ്ങൾ ഉണ്ട്. കാക്ക നേരെ തത്തയുടെ അടുത്തോട്ട് പോയി ചോദിച്ചു, നിങ്ങളാണോ ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ബേർഡ് എന്ന്. അപ്പോൾ തത്ത പറഞ്ഞു, ഒരിക്കലുമല്ല. നോക്കൂ, ഞാൻ ഒരു കൂടിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് പുറത്തോട്ടൊന്ന് പറക്കാൻ പോലുമാകില്ല. എനിക്ക് തോന്നുന്നത് മയിലായിരിക്കും ഹാപ്പിയസ്റ്റ് ബേർഡ് എന്ന്, കാരണം മയിലിന് ഒരുപാട് നിറങ്ങളുണ്ട്. എനിക്ക് വളരെ കുറച്ച് നിറങ്ങൾ മാത്രമല്ലേയുള്ളൂ. കാക്ക നേരെ മയിലിൻ്റെ അടുത്തോട്ട് പോയി മയിലിനോട് ചോദിച്ചു, നിങ്ങളാണോ ഹാപ്പിയസ്റ്റ് ബേർഡ് എന്ന്. അപ്പോൾ മയിൽ പറഞ്ഞു, എനിക്ക് പലതരത്തിലുള്ള വർണ്ണങ്ങളൊക്കെയുണ്ട്. ഞാൻ കരുതിയിരുന്നത് ഞാനാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ബേർഡ് എന്ന്. പക്ഷേ എൻ്റെ ഭംഗിയുള്ള പീലികൾ ആളുകൾ എടുത്ത് പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നു. അത് എടുക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. മാത്രമല്ല, ഞാനും ഈ കൂടിനകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയസ്റ്റ് ബേർഡ് അല്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ കാക്കകളാണ് ഹാപ്പിയസ്റ്റ് ബേർഡ് എന്ന്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മാത്രമാണ് ആരാലും ബന്ധിക്കപ്പെടാതെ എവിടെ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കാൻ കഴിയുന്ന ഒരേയൊരു പക്ഷി. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഹാപ്പിയസ്റ്റ് ബേർഡ്. ഇത് കേട്ട കാക്ക സന്തോഷത്തോടെ പറന്നുപോയി. ജ്ഞാനിയോട് പറഞ്ഞു, തനിക്ക് ഒന്നും തന്നെ വേണ്ട, എനിക്ക് മനസ്സിലായി ഞാനാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ബേർഡ് എന്ന്. അതെ, നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അതിൽ സന്തോഷം കണ്ടെത്തുക. എല്ലാ ആളുകൾക്കും പല തരത്തിലുള്ള വിഷമങ്ങൾ കാണും. ഒരിക്കലും നിങ്ങളെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. സ്വന്തം അവസ്ഥയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നവരാണ് സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ.